ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് തന്റെ പൊന്നുമകനെ കൊണ്ടുവന്നു. മകന്റെ പരാതിയെല്ലാം വാപ്പ പറഞ്ഞു കൊടുത്തു. ഉമർ തങ്ങൾ ആ മകനെ അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കണം, നീ ആദരിക്കണം. നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. നിന്റെ വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാണ്. അവരുടെ പൊരുത്തമില്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വയസ്സിന് മൂത്തവരോട് നിന്നെക്കാളും വയസ്സു കൂടിയവരെ നീ ആദരിക്കണം, നീ ബഹുമാനിക്കണം. നിന്റെ അനുജന്മാരെയും നിന്റെ അനുജത്തിമാരെയും നീ അവരോട് കരുണ കാണിക്കണം എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറിയ മകനെ വല്ലാതെ ഉപദേശിച്ചു. മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഉപദേശമെല്ലാം കഴിഞ്ഞപ്പോൾ വാപ്പ നോക്കുമ്പോ തന്റെ പൊന്നാര മകൻ ഉമർ തങ്ങളുടെ മുന്നിൽ വളരെ അനുസരണയോടുകൂടി ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം സമാധാനത്തോടുകൂടി കേൾക്കുകയാണ്. ഇത് കണ്ടപ്പോ വാപ്പയ്ക്കൊരു സമാധാനമായി. എന്റെ മകൻ നന്നായല്ലോ പടച്ചവനെ, എന്റെ മകൻ നന്നായല്ലോ പടച്ചവനെ. അല്ലാഹുവേ, അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ നിന്ന് ഉപദേശമെല്ലാം കഴിഞ്ഞ് ഈ പൊന്നുമോനെ വാപ്പ തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, തിരിച്ചു പോകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആ ചെറിയ കുഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നു, തങ്ങളെ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ആ ചെറിയ മകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്തേ മോനെ നിന്റെ ചോദ്യം? ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ ചെറിയ കുട്ടി പറഞ്ഞു കൊടുത്തു, ഇത്രയും നേരം എന്റെ മാതാപിതാക്കളോട് എനിക്കുള്ള കടമകളെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. ഞാനെല്ലാം അംഗീകരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ പോയാലും മദ്രസയിൽ പോയാലും ജുമുഅയ്ക്ക് പോയാലും വഅദിന് പോയാലും എവിടെ പോയാലും മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടമകളെ കുറിച്ച് എല്ലാവരും പറയുക. കള്ളു കുടിച്ച് നടക്കുന്നവനും മോശമായ രീതിയിൽ നടക്കുന്ന പെണ്ണും വഅദ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പറയും, കേട്ടോടാ ഉസ്താദ് പറഞ്ഞത്? മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ച് ഉമർ തങ്ങളോട് ആ ചെറിയ മകൻ ചോദിച്ചു, ഇത്രയും നേരം എന്റെ മാതാപിതാക്കളോട് എനിക്കുള്ള കടമകളെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്റെ വാപ്പയ്ക്ക് എന്നോട് വല്ല കടമയുമുണ്ടോ? എന്റെ മാതാപിതാക്കൾക്ക്, എന്റെ ഉപ്പയ്ക്ക്, എന്റെ ഉമ്മയ്ക്ക് എന്നോട് തിരിച്ചു വല്ല കടമയുമുണ്ടോ? ഉമർ തങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അത്ഭുതപ്പെട്ടു പോയി. വാ മോനെ, നിന്റെ വാപ്പയ്ക്കും നിന്റെ ഉമ്മയ്ക്കും മാതാപിതാക്കളോട് മക്കൾക്ക് കടമയുള്ളതുപോലെ വാപ്പയ്ക്കും തന്റെ മക്കളോട് 3 കടമയുണ്ടെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന വാപ്പമാരും ഉമ്മമാരും കേട്ടോ, ഇന്ന് നിങ്ങളുടെ മക്കളുടെ ദിവസമാണെന്ന്. ഈ സദസ്സിലിരിക്കുന്ന ഉസ്താദെ, എന്റെ മകളെ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, എന്നെ ആദരിക്കുന്നില്ല, എന്നെ ബഹുമാനിക്കുന്നില്ല, എന്നെ പരിഗണിക്കില്ല എന്ന് പറയുന്ന പെണ്ണെ, നീ ആദ്യം ചിന്തിക്ക്, നിന്റെ മക്കളോടുള്ള കടമ നീ പാലിച്ചിട്ടുണ്ടോ? നിരന്നിരിക്കുന്ന ഓരോ ഉപ്പയും ചിന്തിക്കണം, ഈ പറയുന്ന ഏറ്റവും കുറഞ്ഞത് ഈ 3 കടമകളെങ്കിലും നീ പാലിച്ചിട്ടുണ്ടോ? പാലിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കൾ മരിക്കുന്ന കാലം വരെ നിന്നെ കണ്ണുനീര് കുടിപ്പിക്കില്ല. ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹു നിന്റെ മക്കൾ നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും രക്ഷപ്പെടുത്തും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങൾ ഇപ്പോഴേ ഇങ്ങനെ സൈലന്റ് ആയിരിക്കണ്ട, തുടങ്ങുന്നതല്ലേ ഉള്ളൂ. വാപ്പയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെളിഞ്ഞ് നടന്നാ പോരെ സഹോദര. നൊന്ത് 9.5 മാസക്കാലം ഞാൻ ചുമന്നു, മരണവേദനയുടെ വേദനയിൽ നൊന്ത് പ്രസവിച്ചു. പിന്നെ പത്രത്തിൽ കൊടുക്കേണ്ട കാര്യമല്ലേ? പ്രസവ വേദനയ്ക്ക് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണുങ്ങൾ, ഞാൻ പുച്ഛിച്ചതൊന്നുമല്ല, അങ്ങനെയൊന്നും പറയരുത്. എനിക്കറിയത്തില്ല പ്രസവ വേദനയെ കുറിച്ച്, ഞങ്ങളാരും പ്രസവിച്ചിട്ടില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നിങ്ങൾ പറയും അതിന് മരണവേദനയാണെന്ന്. ഞാൻ ഈ അടുത്തൊരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, പറഞ്ഞു, ഉസ്താദെ, 6ാമത് എന്റെ ഭാര്യ ഗർഭിണിയാണ്. ഞാൻ ചോദിച്ചു, എന്തേ പോക്ക് പ്രസവിക്കുന്നത് വലിയ സന്തോഷമാണെന്ന്. അപ്പൊ ഈ മരണവേദന കള്ളവല്ലേ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ എന്താ എന്നെ നോക്കണേ? ഉള്ളതാ ഞാൻ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള കടമ എന്താ? എനിക്ക് ഒന്ന് ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള ഉമ്മയ്ക്ക് പിന്നെ ആദ്യം വാപ്പയുടെ കടമ.
ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ എന്താണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറിയ മകനോട് പറഞ്ഞു കൊടുത്തു. ഒരു വാപ്പയ്ക്ക് തന്റെ തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ അവന് നല്ല ഒരു ഉമ്മയെ കൊടുക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി ഉറക്കപ്പറ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉമർ തങ്ങൾ പറയുന്നു, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ ഒരു നല്ല അല്ലാഹനെ പേടിയുള്ള ഒരു ഉമ്മയെ അവന് കൊടുക്കണം. നിങ്ങൾ ഓരോരുത്തരും കെട്ടിയ പെണ്ണുമ്പിള്ളമാരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്ക്. നിങ്ങൾ ഓരോരുത്തരും തെരഞ്ഞെടുത്ത നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കള് നന്നാകണമെങ്കിൽ ഒരു മക്കളോട് മാതാപിതാക്കൾക്കുള്ള ഒന്നാമത്തെ കടമ അവന്റെ ഉമ്മ നന്നാകണം, അവന്റെ വാപ്പ നന്നാകണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ചോദ്യം ചോദിക്കാം. ഈ കാണുന്ന ഈ ഇന്റർലോക്ക് ഇട്ടിരിക്കുന്ന സ്ഥലത്തൊരു വാഴ വെച്ചു. ഈ വാഴ വളർന്നു, കുലച്ചു കഴിഞ്ഞപ്പോൾ കൊലകി നോക്കിയപ്പോ ഇങ്ങനെ ഉറക്കം തൂങ്ങിയതുപോലെ നിൽക്കുക, കാണാനൊന്നും ഒരു രസമില്ല. ആ സമയത്ത് ഓടിപ്പോയി എന്റെ പ്രിയപ്പെട്ടവരെ ടൗണിൽ പോയിട്ട് വില കൂടിയ വളം കൊണ്ടുവന്ന് ഒരു ചാക്ക് വളം ആ കാണുന്ന വാഴയുടെ ചുവട്ടിലിട്ടു. രാവും പകലും വെള്ളമൊഴിച്ചാൽ ആ വാഴ നല്ല വാഴയാകും. ആ കൊല നല്ല ഒരു കൊലയാകുമോ? ഇല്ലേ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണ കർഷകന്മാരൊന്നും ഇല്ലേ? എടാ, ഏറ്റവും കൂടുതൽ കൂടിയ വളം കൊണ്ടുവന്ന് ഇതിന്റെ ചുവട്ടിലൊഴിച്ച് നീ ദിവസങ്ങളോളം വെള്ളം ഒഴിച്ച ആ കുലച്ച കുല വലുതാകുമോ എന്ന് നിങ്ങൾ മറുപടി പറ. വലുതാകുമോ? ആകോ ഇല്ലേ? എന്താണ് നിങ്ങൾ പറഞ്ഞത്? അതെങ്ങനെയാ ആകുന്നത്? ആകോ? എന്താ തത്തമാരാകോ? ആകൂല. അപ്പൊ എന്ത് ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ പറ. മരണ വീട്ടിൽ ഇരിക്കണവരിക്കാതെ എന്തായിരുന്നു ആദ്യം ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് എന്തായിരുന്നു? പറ, എന്തായിരുന്നു ചെയ്യേണ്ടത്? ഇവിടെ നല്ല കർഷകന്മാരില്ല. അല്ലാഹു ഭാഗ്യം ഭാഗ്യം തരുമാറാകട്ടെ. ആദ്യം ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഈ സ്ഥലത്ത് വാഴ വെച്ചാൽ കിളിക്കുമോ എന്ന് നോക്കണം. എടാ, ഈ കാണുന്ന സ്ഥലത്ത് ഞാനൊരു വാഴ വെച്ചാൽ വാഴ കിളിക്കുവാനും കൊലയ്ക്കുവാനും നല്ല ഒരു കുല കിട്ടാൻ പറ്റുന്ന സ്ഥലമാണോ? വളവുണ്ടോ എന്ന് നോക്കട്ടെ ഈ മണ്ണിന്. ഞാൻ പറഞ്ഞ ഉദാഹരണം അല്ലാഹു പറയുകയാണ്, വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, പ്രസവിച്ചതിന് ശേഷം മക്കൾ പ്രായപൂർത്തിയായതിനു ശേഷം നന്നാക്കാൻ നടക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറഞ്ഞത് എന്തെന്നറിയോ? നിന്റെ ഭാര്യ ആരാണെന്നറിയുമോ? നിന്റെ ഭാര്യ നിന്റെ കൃഷിയിടമാണ്. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു പറയുകയാ, നിന്റെ ഭാര്യ നിന്റെ കൃഷിയിടമാണ്. ആ കൃഷിയിടത്തിൽ നീ വിത്തിടടാ, അല്ലാഹു നിനക്ക് നല്ല വിളവ് തരുമെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കള് ജനിക്കാറുള്ളൂ. നല്ല ഉമ്മമാർക്ക് നല്ല മക്കള് ജനിക്കാറുള്ളൂ. അല്ലാഹുവിനെ പേടിച്ച് നടക്കുന്ന വാപ്പയ്ക്കും ഉമ്മയ്ക്കുമേ നല്ല മക്കള് കിട്ടാറുള്ളൂ. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു പറഞ്ഞതാണ്. വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് 5 നേരം നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവേ, ദുനിയാവിലെ പടച്ചവനെ അടിമ ജീവിക്കുന്നത് പോലെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ വയറ്റിലെ നല്ല മക്കള് ജനിക്കാറുള്ളൂ. അല്ലാഹുവിനെ ഭയന്ന് നടക്കുന്നവർക്ക് അല്ലാഹു നല്ല മക്കളെ കൊടുക്കാറുള്ളൂ. പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കൂ. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് പഠിച്ചവനെ ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും യഹ്യാ നബിയും സുലൈമാൻ നബിയും അയ്യൂബ് നബിയും സക്കരിയ നബിയും പഠിച്ചവനെ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര്. അതുപോലെ പഠിച്ചവനെ സ്വഹാബത്തിന്റെ കഥയെടുത്ത് നോക്കൂ, താബീങ്ങളുടെ കഥയെടുത്ത് നോക്കൂ, താബീങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കൂ, ഇമാമുമാരുടെ ചരിത്രം എടുത്ത് നോക്കൂ, ഔലിയാക്കന്മാരുടെ ചരിത്രം എടുത്ത് നോക്കൂ.
പണ്ഡിതന്മാരുടെ ചരിത്രം എടുത്തു നോക്ക്. ഈ നാട്ടുകാര് മുഴുവനും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മനുഷ്യന്റെ ഉമ്മയുടെയും വാപ്പയുടെയും ചരിത്രം എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാ, ഒരു നല്ല വാപ്പയ്ക്കും ഉമ്മയ്ക്കുമേ നല്ല മക്കള് ജനിക്കാറുള്ളൂ. ചരിത്രം വേണോ ചെറുപ്പക്കാരാ? പെങ്ങളെ ചരിത്രം വേണോ? പടച്ചവനെ, സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ, സുന്ദരനാണ്, സുമകനാണ്, ചെറുപ്പക്കാരനാണ് സാബിത്ത് ബിൻ ഇബ്രാഹിം. പടച്ചവനെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ചെറുപ്പക്കാരനാ. ഹലാലല്ലാതെ ഒന്നും കടിക്കാറില്ല, ഹലാലല്ലാതെ ഒന്നും കടിക്കാറില്ല. പടച്ചവനെ, ഹലാലാണെന്ന ഉറപ്പുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ. സാബിത്ത് ബിൻ ഇബ്രാഹിം ഒരു പാവപ്പെട്ടവനാണ്, ദരിദ്രനാണ്, വയറ് നിറച്ച് കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാത്തവനാണ്. പടച്ചവനെ, സാബിത്ത് ബിൻ ഇബ്രാഹിം തന്റെ വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരാതെ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ തന്റെ വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ആരെങ്കിലും ഒരു നേരത്തെ ആഹാരം തന്നിരുന്നെങ്കിലോ, ആരെങ്കിലും കണ്ടുപിടിച്ചു ഭക്ഷണം തന്നാലോ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരെ തിരഞ്ഞു നടക്കുകയാണ്. പടച്ചവനെ, അതാ ഒരുപാട് സമയം നടന്നിട്ടും അവിടെ ഭക്ഷണം കിട്ടുന്നില്ല, ഒരാളും അവിടെ ഭക്ഷണം കൊടുക്കുന്നില്ല. അവസാനം പടച്ചവനെ, തളർന്ന ശരീരവുമായി സാബിത്ത് ബിൻ ഇബ്രാഹിം ഇങ്ങനെ നടക്കുകയാണ്. അതാ നടന്ന് ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ സാബിത്ത് ഇബ്രാഹിം തളർന്നു വീഴുകയാ. ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരില് അവിടുത്തെ ശരീരം തളരുകയാണ്. അവിടുന്ന് തളർന്നു താഴെ വീഴുകയാണ്. പടച്ചവനെ, സാബിത്ത് ബിൻ ഇബ്രാഹിം ഇങ്ങനെ പുഴയുടെ ചാരത്ത് ഇങ്ങനെ തളർന്നു കിടക്കുമ്പോ വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. സാബിത്ത് കാണുകയാ, വിശപ്പിന്റെ കാഠിന്യത്താൽ സാബിത്ത് ബിൻ ഇബ്രാഹിം ആ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ആപ്പിൾ എടുത്തങ്ങ് കഴിക്കുകയാണ്. ആർത്തിയോടെ തിന്നുകയാണ്. പടച്ചവനെ, ആപ്പിളിന്റെ പകുതി തന്റെ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങി. ആമാശയത്തിലേക്ക് അല്പം ഭക്ഷണം ചെന്നപ്പോ സാബിത്ത് ബിൻ ഇബ്രാഹിം ചിന്തിക്കുന്നു, അല്ലാ, ഇതാരുടേതാ പടച്ചവനെ, ഇതാരുടേതാണ് പടച്ചവനെ? എനിക്കറിയില്ലല്ലോ. ദുനിയാ വല്ലാഹിറ, എന്റെ ദുനിയാവും എന്റെ ആഖിറവും നഷ്ടപ്പെട്ടല്ലോ. എന്റെ ദുനിയാവും എന്റെ ആഖിറവും നഷ്ടപ്പെട്ടല്ലോ. ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. ഹറാം എന്റെ വയറ്റിലേക്ക് പോയല്ലോ. പടച്ചവനെ, വിശന്ന് തളർന്നു കിടക്കുന്ന സമയത്ത് വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരാപ്പിള് ബോധമില്ലാതെ എടുത്ത് കടിച്ചതാണ്. സാബിത്ത് നിലവിളിക്കുകയാണ്, ഓടുകയാണ്. എവിടെ നിന്നാണ് പടച്ചവന്? ആ പുഴയുടെ എതിരെ ഓടുകയാണ്. എവിടെ നിന്നാണ് ഈ ആപ്പിള് വീണതെന്ന് കണ്ടുപിടിക്കണമല്ലോ. അതാ പകുതി ആപ്പിള് തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സാബിത്ത് ബിൻ ഇബ്രാഹിം ഓടുകയാ. ഒരുപാട് സഞ്ചരിച്ചു. അതാ പടച്ചവനെ, ഒരു തോട്ടം കാണുകയാണ്. ആപ്പിള് വീണ ഈ തോട്ടത്തിൽ നിന്നാണ്. കറക്റ്റ് മനസ്സിലായി. പൊട്ടിക്കരഞ്ഞുകൊണ്ടാ കാണുന്ന തോട്ടത്തിന്റെ ഉള്ളറയിലേക്ക് കടന്നു ചെല്ലുകയാ. സാബിത്ത് ബിൻ ഇബ്രാഹിം അതിനകത്ത് കണ്ട മനുഷ്യനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അറിയാതെ കഴിച്ചു പോയതാ, എനിക്ക് പൊരുത്തം തരണേ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ആ തോട്ടത്തിന്റെ അകത്ത് കണ്ട മനുഷ്യന്റെ മുന്നിൽ പോയി സാബിത്ത് ബിൻ ഇബ്രാഹിം അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ആ മനുഷ്യൻ പറയുന്നു, സാബിത്തേ, പൊരുത്തം തരാൻ ഈ തോട്ടം എന്റേതല്ല, ഞാൻ മുതലാളിയല്ല, ഞാൻ തൊഴിലാളിയാണ്, ഇവിടുത്തെ ജോലിക്കാരനാണ് ഞാൻ എങ്ങനാ നിനക്ക് പൊരുത്തം തരുന്നത്? സാബിത്ത് ബിൻ ഇബ്രാഹിം ചോദിക്കുകയാണ്, മുതലാളിയുടെ വീട് എവിടെയാണ്? 3 ദിവസം രാവും പകലും സഞ്ചരിക്കണം. 3 ദിവസം രാവും പകലും സഞ്ചരിച്ചാല് എന്റെ യജമാനന്റെ വീട്ടിലെത്തൂ എന്നാ വീട്ടാക്കാ തോട്ടത്തിലെ പണിക്കാരൻ പറയുമ്പോ സാബിത്ത് ബിൻ ഇബ്രാഹിം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 3
ദിവസമല്ല, 300 കൊല്ലം പോകേണ്ടി വന്നാലും ഞാൻ പോകാൻ തയ്യാറാ. കാരണം എനിക്ക് അല്ലാഹുവേ രക്ഷപ്പെടണമല്ലോ. അടയാളം വെച്ചുകൊണ്ട് സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പോവുകയാണ്. ദിവസങ്ങളോളം സഞ്ചരിച്ച് അവസാനം ആ തോട്ടത്തിന്റെ മുതലാളിയുടെ വീടിന്റെ മുന്നിലെത്തി. സാബിത്ത് ഓടുകയാ. ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുകയാണ്. നടന്നത് മുഴുവനും പറയുകയാണ്. ആ പ്രായം ചെന്ന മനുഷ്യൻ ചിന്തിക്കുന്നു, അല്ലാ ഇവനാരാ അല്ലാ, ഇവനാരാ അല്ലാ. സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല. ഇവൻ ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാതെ കടിച്ചുപോയ ഒരു ആപ്പിളിന്റെ പൊരുത്തം ചോദിക്കാൻ ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ ഇവനൊരു സാധാരണ ചെറുപ്പക്കാരനല്ല. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് പ്രായം ചെന്ന മനുഷ്യൻ പറയുന്നു, ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തരാ, പക്ഷേ എന്റെ മകളെ നീ വിവാഹം കഴിക്കണം, എന്റെ മകളെ നീ വിവാഹം കഴിക്കണം. സാബിത്തിനോട് പറയുന്നു, കണ്ണ് കാണൂല, ചെവി കേൾക്കൂല, കാലിന് സ്വാധീനമില്ല, അങ്ങനെയുള്ള എന്റെ മകളെ വിവാഹം കഴിച്ചാ ഞാൻ പൊരുത്തപ്പെട്ടു തരാ. സാബിത്ത് പറഞ്ഞു, എനിക്ക് തയ്യാറാ, ഞാൻ വിവാഹം കഴിക്കാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടണമല്ലോ. ദുനിയാവ് പോയാലും ആഖിറമെങ്കിലും കിട്ടുമല്ലോ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് വിവാഹത്തിന് സമ്മതിച്ചു. വിവാഹം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. സാബിത്ത് ബിൻ ഇബ്രാഹിം മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുന്ദരിയായ ഒരു പെണ്ണ് മണിയറക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാണ്. ഒരു സുന്ദരിയായ രാജകുമാരിയെ പോലെ ഒരു പെണ്ണിങ്ങനെ മണിയറക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാ. സാബിത്ത് ചോദിക്കുന്നു, കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, കാലിന് സ്വാധീനമില്ലാത്ത എന്റെ ഭാര്യ എവിടെ? സാബിത്തേ, ഞാൻ തന്നെയാ നിന്റെ ഭാര്യ, ഞാൻ തന്നെയാ നിന്റെ ഭാര്യ. എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്. പിന്നെ എന്റെ ഉപ്പ പറയാനുള്ള കാരണം എന്തെന്നറിയോ? ഓർമ്മ വെച്ച കാലം മുതല് അള്ള കാണരുതെന്ന് പറഞ്ഞ ഒന്നും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അല്ലാഹു കാണരുതെന്ന് പറഞ്ഞ ഒരു കാര്യം എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹു കേൾക്കരുതെന്ന് പറഞ്ഞ ഒരു കാര്യവും ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല. അല്ലാഹു പോകരുതെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഞാൻ എന്റെ കാലുകൊണ്ട് പോയിട്ടില്ല. അവൾ അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണാ, അവൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണാ. പടച്ചവനെ ആരാ ഭർത്താവാരാ? വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആപ്പിളിന്റെ പൊരുത്തം ചോദിക്കാൻ നിലവിളിച്ചു കൊണ്ടുപോയ സാബിത്ത് ബിൻ ഇബ്രാഹിം. ഇവര് രണ്ടുപേരും കൂടെ മണിയറക്കകത്ത് കേറി. പെങ്ങള്, ചെറുപ്പക്കാരാ, രണ്ടുപേരും കൂടെ മണിയറക്കകത്ത് കയറിയടാ. ഇവര് രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെടുകയാണ്. അല്ലാഹു അവർക്കൊരു മകനെ കൊടുത്തു. ആ പെണ്ണിന്റെ വയറ്റിൽ ഒരു കുഞ്ഞു ജനിച്ചു. ആ പെണ്ണിന്റെ വയറ്റിൽ ഒരു കുഞ്ഞു ജനിച്ചു. ആ കുഞ്ഞിന്റെ പേരെന്തെന്നറിയോ? മഹാനായ ഇമാമുനാ അബൂ ഹനീഫ. ഇസ്ലാമിലെ 4 പല ഇമാമുമാരുണ്ടല്ലോ. 4 ഇമാമുമാരിൽ ഒന്നാമത്തെ ഇമാം മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഈ മനുഷ്യന്റെ മകനായിരുന്നു. ഈ പെണ്ണിന്റെ വയറ്റിൽ പിറന്ന മകനായിരുന്നു എന്ന് ചരിത്രം പറയുകയാ. അതുകൊണ്ട് പടച്ചവനെ ഖുർആനാ പറഞ്ഞത്, നല്ല ഉമ്മമാർക്കേ നല്ല മക്കൾ ജനിക്കാറുള്ളൂ. ഇത് വെറുതെ പറഞ്ഞതല്ല, ഇത് വെറുതെ പറഞ്ഞതല്ല. പടച്ചവനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പടന്ന് പറഞ്ഞു കൊടുക്കുമ്പോ നിരന്നിരിക്കുന്ന പെങ്ങളെ, അതാ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളോട് പറയുകയാ, പടച്ചവനെ മുബാറക് എന്ന് പറയുന്ന ഒരു അടിമയുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ മകനാണ് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മുബാറക് എന്ന് പറയുന്ന ഒരു അടിമ പണ്ട് ജീവിച്ചിരുന്നു. മുബാറക് എന്ന് പറയുന്ന അടിമ ജീവിച്ചിരുന്നു. മുതലാളിയുടെ മകളെ പെണ്ണ് കാണാൻ വേണ്ടി ആരോ വന്നു.
തന്റെ മുതലാളിയുടെ മകളെ പെണ്ണ് കാണാൻ വേണ്ടി വലിയ കുടുംബത്തിൽ നിന്ന് ആരോ വന്നപ്പോ മുബാറക്കിനെ വിളിച്ചിട്ട് യജമാനൻ പറഞ്ഞു, മുബാറക്കെ മുന്തിരിത്തോട്ടത്തിൽ പോയിട്ട് മധുരമുള്ള ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവാ, എന്റെ മകളെ കാണാൻ ആൾക്കാർ വിരുന്നുകാർ വന്നിരിക്കുന്നു, അവർക്ക് കൊടുക്കാനാ. മുബാറക്ക് എന്ന് പറയുന്ന അടിമ മുന്തിരിത്തോട്ടത്തിൽ പോയിട്ട് മുന്തിരിങ്ങ പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. യജമാനൻ ഒരു മുന്തിരി എടുത്ത് കഴിച്ചപ്പോ വല്ലാത്ത പുളി. യജമാനൻ പറഞ്ഞു, മുബാറക്കെ മധുരമുള്ളത് പറിച്ചു കൊണ്ടുവാടാ, ഇതിന് വല്ലാത്ത പുളി. മുബാറക്ക് എന്ന് പറയുന്ന അടിമ രണ്ടാമത് മുന്തിരിത്തോട്ടത്തിൽ പോയിട്ട് ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്നു. യജമാനന്റെ കയ്യിൽ കൊടുത്തപ്പോ യജമാനൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു. വല്ലാത്ത കയ്പ്, ആദ്യം പുളി പിന്നെ കയ്പ്. യജമാനന്റെ മുഖം വാടി, ശബ്ദം ഇങ്ങോട്ട് കൂടാൻ തുടങ്ങി. തന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. മുബാറക്കിനോട് പറഞ്ഞു, എടാ ഇത് കളിയാക്കുന്നോടാ, പോയിട്ട് മധുരമുള്ള ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവാ, വീട്ടിൽ വിരുന്നുകാർ വന്നിരിക്കുന്നു, അവർക്ക് കൊടുക്കാനാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുബാറക്ക് പിന്നെയും മുന്തിരിത്തോട്ടത്തിൽ പോയിട്ട് ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. യജമാനൻ കഴിച്ചു നോക്കിയപ്പോ അതിന് പുളിപ്പും വല്ലാത്ത കയ്പും. പിന്നെ പറയേണ്ടതില്ലല്ലോ. യജമാനൻ മുബാറക്ക് എന്ന് പറയുന്ന അടിമയെ തല്ലാൻ തുടങ്ങി. നീ എന്നെ കളിയാക്കുന്നോടാ, നീ എന്നെ പരിഹസിക്കുന്നോടാ, എടാ 10 വർഷമായില്ലേടാ മുബാറക്കെ ഈ മുന്തിരിത്തോട്ടത്തിൽ നീ ജോലി ചെയ്യുന്നു, മധുരമുള്ളതേതാ മധുരമില്ലാത്തതേതാ നിനക്കറിയില്ലേടാ എന്ന് പറഞ്ഞ് തല്ലുമ്പോ മുബാറക്ക് എന്ന് പറയുന്ന അടിമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുബാറക്ക് എന്ന് പറയുന്ന അടിമ പറയുകയാ, 10 വർഷക്കാലമായിട്ട് ഞാൻ ഈ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നു. 10 വർഷമായിട്ട് ഞാൻ ഈ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നു. താഴെ വീണ ഒരു മുന്തിരി പോലും ഇന്ന് വരെ ഞാൻ എടുത്ത് കഴിച്ചിട്ടില്ല. 10 വർഷം ഒരു മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് താഴെ വീണ ഒരു മുന്തിരി പോലും ഇന്ന് വരെ ഞാൻ എടുത്ത് കഴിച്ചിട്ടില്ല. കഴിച്ചാലല്ലേ മധുരമുള്ളതും ഇല്ലാത്തതും അറിയൂ. പടച്ചവനെ, ആ യജമാനന്റെ കണ്ണ് നിറഞ്ഞുപോയി. പടച്ചവനെ, ഇവനെയാണോ ഞാൻ തല്ലുന്നത്? നമ്മുടെ അവസ്ഥ നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ? വെള്ളിയാഴ്ച പള്ളിയിൽ വരും, ജുമാ നമസ്കരിക്കും. അൽ ജുമാഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. ഹജ്ജ് ചെയ്ത പ്രതിഫലം. ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ വെളിയിൽ ഇറങ്ങുമ്പോ ആദ്യം കാണുന്ന ചെരുപ്പ് കാലിയിട്ടുകൊണ്ട് പോകുന്ന മഹാന്മാരാ നമ്മളിൽ പലരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പള്ളി വന്നിട്ട് ചെരുപ്പടിച്ചു പോട്ടെ. എടോ, പള്ളിയുടെ ബാത്റൂമിന്റെ മുന്നിൽ കിടക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക, അടിച്ചുകൊണ്ട് പോകാതിരിക്കുക. എനിക്കിന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ്, എന്തിനാ അള്ളാഹ് പള്ളിയുടെ മൂത്രപ്പരയുടെ മുന്നിലെ ചെരുപ്പ് മൂക്ക് വെട്ടിയിടുന്നത്? അവനവന്റെ കാലിൽ കിടക്കണ ചെരുപ്പ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പള്ളിയിലെ ചെരുപ്പ് വരെ കപ്പൊക്കെ കയറി കെട്ടിയിട്ടിരിക്കുക. ഇതാണ് നമ്മുടെയൊക്കെ അമാനത്ത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. ഇത് പറ്റിയില്ല, ഉള്ളതല്ലേ ഞാൻ പറഞ്ഞേ. നമ്മള് അറബി എത്തീങ്കാനയിലാക്കിയിട്ട് വരുന്ന മക്കളുടെ കാലമല്ല. മുതലാളി എത്തീങ്കാനയിലാക്കിയിട്ട് വരിക. 10 വർഷം ഒരു മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് താഴെ വീണ ഒരു മുന്തിരി പോലും എടുത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ആരാ? യജമാനന്റെ കണ്ണ് നിറഞ്ഞുപോയി. വീടിനകത്തേക്ക് കയറി ചെന്നു. പെണ്ണ് കാണാമെന്നവരെയൊക്കെ പറഞ്ഞു വിട്ടു. നേരെ മുബാറക്കിനെ അടിച്ചിട്ട് യജമാനൻ വീടിന്റെ അകത്ത് കയറിപ്പോയിട്ട് കോടീശ്വരൻ തന്റെ പൊന്നുമകളെ വിളിച്ചിറക്കി. തന്റെ മകളെ വിളിച്ചിറക്കിയിട്ട് പറഞ്ഞു, വാപ്പ നിനക്കൊരു പുതിയാപ്പളയെ നോക്കിയിട്ടുണ്ട്. ആരാ വാപ്പ? നമ്മുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന മുബാറക്കില്ലേ, അവനെയാ നിനക്ക് പുതിയാപ്പളയായി ഞാൻ കണ്ടെത്തിയത്. ഈ കുട്ടി ചോദിച്ചു, എന്തേ വാപ്പ, അടിമയെ കിട്ടിയല്ലോ? നമ്മുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഈ മുബാറക്കിനെയാണോ തെരഞ്ഞെടുത്തത്? കാരണം എന്തേ? മോളെ, ഇവനെക്കാളും ഒരു നല്ല ഒരുത്തനെ ഇനി മരിക്കണ കാലം വരെ നിനക്ക് ഞാൻ തെരഞ്ഞുതരാൻ പറ്റൂല. ഇവനെക്കാളും അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെ നിന്റെ ജീവിതത്തിൽ ഇനി പറ്റൂല. ആ കുട്ടി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വാപ്പായിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടമാ. ആ നല്ല മകൾ ഉപ്പാനോട് പറയുന്നു, ഉപ്പയ്ക്ക് ഇഷ്ടമാണോ? എനിക്കും ഇഷ്ടമാ. നിന്റെ മോൾ എന്ത് പറയുന്നറിയോ? 10ാം ക്ലാസ്സിൽ പഠിക്ക. അവള് വീട്ടിൽ വന്നിട്ട് പറയും, വാപ്പാനോട് എനിക്കൊരുത്തനുമായിട്ട് പ്രണയമുണ്ട്, എനിക്ക് കെട്ടിച്ചേരണം. ഇന്നത്തെ കുട്ടികളെ വീട്ടിൽ കയറി വന്നിട്ട് വാപ്പാനോട് പറയും, ഞാൻ തന്നെ ഒരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട്. വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഞാൻ തന്നെ ഒരുത്തനെ കറക്കി വളച്ചു വെച്ചിട്ടുണ്ട്, എനിക്ക് അവനെ മതി. മോളെ, അവൻ കള്ളു കുടിക്കാനാ, ഒരു കുഴപ്പമില്ല വാപ്പ. മോളെ, അവന് ജോലിയും കൂലയില്ല, ഒന്നുമില്ല വാപ്പ. അവൻ നമ്മുടെ ജാതി പോലും അല്ല, എനിക്ക് അവനെ തന്നെ മതി. കെട്ടിച്ച് തന്നില്ലെങ്കിൽ ഞാൻ ഓടും, ഞാൻ ഇറങ്ങി ഓടും.
കോടതി ചെല്ലുമ്പോ ജഡ്ജി സാറ് ചോദിക്കും തന്തയും തള്ളയും വേണോ ഇവനെ വേണോ എന്ന് ഞാൻ പറയും. നിങ്ങൾ നാണം കെടും, കെട്ടിച്ചു തന്നേ പറ്റൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അന്നത്തെ പെണ്ണുങ്ങളോ അന്നത്തെ കുട്ടി പറയുകയാ വാപ്പയ്ക്ക് ഇഷ്ടമാണോ എനിക്കിഷ്ടം. കല്യാണം കഴിച്ചു കൊടുത്തു. ആ പെണ്ണിന്റെ വയറ്റിൽ പിറന്ന ആ മുബാറക്കിന്റെ മകൻ ആരെന്നറിയോ? ആ മുബാറക്ക് എന്ന് പറയുന്ന മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്ത മുബാറക്കിന്റെ മകൻ ആരെന്നറിയോ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു. ലോകമറിയുന്ന പണ്ഡിതൻ, ലോകമറിയുന്ന പണ്ഡിതൻ. കഥ പറയാനിരുന്ന ഇങ്ങനെ തന്നെ പറയുന്നത് വെളുപ്പാങ്കാലം വരെ പറഞ്ഞു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നല്ല കൃഷിയിടത്തിലെ നല്ല കൃഷിയിടത്തിൽ വിത്തിട്ടാലേ നല്ല വിളവ് കിട്ടും. അപ്പൊ ഉമർ തങ്ങള് ഈ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു, മോനെ, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ നല്ല ഉമ്മയെ കൊടുക്കണം. നിന്റെ ഉമ്മ ആരാ? മുസ്ലിം പോലും അല്ല തങ്ങളെ. ആ കുട്ടി പറയാ, എന്റെ ഉമ്മ മുസ്ലിം പോലും അല്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മക്കള് നേരെയല്ല എന്ന് പരാതി പറയുന്ന വാപ്പ വാട്സപ്പിലൂടെ പരിചയപ്പെട്ടു. റോഡിന്റെ സൈഡിൽ നിന്ന് ചിരിച്ചപ്പോ അടിച്ചോണ്ട് വന്ന നിന്റെ പെണ്ണുമ്പിള്ളയെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച്. എന്നിട്ട് മക്കള് നന്നാകുന്നില്ല. എന്റെ ഭർത്താവിനെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്നിട്ട് നീ പറയുന്നു എന്റെ മക്കള് നന്നാകുന്നില്ല. എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ഉള്ളതാ പറഞ്ഞത്. എടോ, ഒരു ഉമ്മ നന്നാകണമടോ. ഉമ്മ വഴിപഴച്ചാ പോയി. വാപ്പ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും പെണ്ണ് നന്നായില്ലേ പോയി. തെളിവ് ഞാൻ പറയാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടോ, പെണ്ണ് നന്നായാൽ ലോകം തന്നെ നന്നാകും. ഒരു പെണ്ണ് നന്നായാൽ ലോകം തന്നെ നന്നാകും. പെണ്ണ് വഴിപഴച്ചാലോ മക്കളുടെ കാര്യം പോയി. ചരിത്രം വേണോ? മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം അല്ലാഹയെ കുറിച്ച് പറഞ്ഞ നബി. നൂഹ് നബി ദഅവത്ത് നടത്തിയതുപോലെ ലോകത്ത് ആരും നടത്തിയിട്ടില്ല. 950 വർഷം രാവ് മുതൽ വൈകുന്നേരം വരെ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത നബിയാ മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം. പക്ഷേ പെണ്ണുമ്പിള്ള വിശ്വസിച്ചില്ല. നൂഹ് നബിയുടെ ഭാര്യ വിശ്വസിച്ചില്ല. നൂഹ് നബിയുടെ ഭാര്യ വഴിപിഴച്ചപ്പോ അവിടുത്തെ മക്കളും വഴിപിഴച്ചു പോയി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഹാഫിളോ ആലിമോ തങ്ങളോ വലിയോ ഒരു കാര്യമില്ല. ഭാര്യ നന്നായില്ലെങ്കിൽ മക്കളുടെ കാര്യം പോയി. 2 ലൂത്ത് നബി അലൈഹിസ്സലാം, അതും നബിയാ. ലൂത്ത് നബി അലൈഹിസ്സലാമും പ്രവാചകനാ. പക്ഷേ ഭാര്യ എന്ത് ചെയ്തില്ല? മുസ്ലിമായില്ല. അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചില്ല. മോനും പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പെണ്ണ് നന്നായാലേ രക്ഷയുള്ള സഹോദര. പെണ്ണ് നന്നാകണം, ദീനുള്ള പെണ്ണ് വേണം. അതുകൊണ്ടാ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് പെണ്ണ് കെട്ടുന്നവരോട്. അതുകൊണ്ടാണ് വിവാഹം കഴിക്കുന്നവരോട് പറഞ്ഞത് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞല്ലോ, സമ്പത്തല്ല നോക്കേണ്ടത്, സൗന്ദര്യമല്ല നോക്കേണ്ടത്, കുടുംബമഹിമയല്ല നോക്കേണ്ടത്, ദീന് നോക്കിയിട്ട് വേണം പെണ്ണ് കെട്ടാൻ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പെണ്ണ് കെട്ടുമ്പോ പെണ്ണിന് ഗ്ലാമർ അല്ല നോക്കേണ്ടത്, പെണ്ണിന് പണമുണ്ടോ എന്നല്ല നോക്കേണ്ടത്, വലിയ കുടുംബത്തിൽ പിറന്നതാണോ എന്നല്ല നോക്കേണ്ടത്, അല്ലാഹനെ പേടിയുണ്ടോ എന്ന് നോക്കണം, നിസ്കരിക്കുവോ എന്ന് നോക്കണം, തലമറയ്ക്കുവോ എന്ന് നോക്കണം. ആര് നോക്കും? ആരാടോ നോക്കണേ? പൈസ ഉണ്ടെങ്കിൽ കെട്ടാൻ തയ്യാറാ, നിസ്കാരമൊന്നും വേണ്ട. ആണുങ്ങളൊക്കെ നടക്കുന്നുണ്ട് പൈസ നോക്കിയിട്ട് കെട്ടാൻ. ഇപ്പൊ പെണ്ണുങ്ങളും ഉണ്ട്. കെട്ടിയവന് കെട്ടാൻ പോകുന്നവന് പൈസ ഉണ്ടെങ്കിൽ തേച്ചിട്ട് പോയി കെട്ടും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, പൈസ നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്നവരുണ്ട്. മൻ തസവ്വജ ലിഇംറഅതി മാലിഹാ, നബി തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും പൈസ നോക്കിയിട്ട് പെണ്ണ് കെട്ടിയാൽ, പഠിച്ചോ ഇനിയുള്ള ചെറുപ്പക്കാരൊക്കെ, തന്റെ വാപ്പമാരൊക്കെ കേട്ടോണം, മക്കൾക്ക് പോയി പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടു, പെണ്ണിന് സൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ട്, സമ്പത്തില്ല, വേണ്ട. എന്നാ പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടിക്കുന്ന ഓരോ ഉപ്പമാരും കേട്ടോ, ആർത്തിയുള്ള ഉമ്മമാരും കേട്ടോ, അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം വാങ്ങിച്ച് പെണ്ണിന്റെ പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്നവനെ, നീ എത്ര കോടിക്കണക്കിന് ഉണ്ടാക്കിയവനാണെങ്കിലും അല്ലാഹു ഒരു ദിവസം നിന്നെ എത്തിക്കാനേലാക്കും. ഞാനല്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു ദിവസം അല്ലാഹു നിന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തി കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ.
താത്ത കുലുക്കുന്നുണ്ട്. ഉസ്താദേ, നിങ്ങൾ പറഞ്ഞത് ഇത്ര സത്യവാ. എന്റെ വാപ്പാനെ എന്റെ ഭർത്താവും തള്ളയെ അത്രയും കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പെണ്ണിന്റെ പണം നോക്കിയിട്ട് വിവാഹം കഴിച്ചാൽ അള്ളാഹു അവന് ദാരിദ്ര്യം കൊടുക്കും. 2 ഗ്ലാമർ ഉള്ളതിനെ മാത്രമേ കെട്ടത്തുള്ളൂ. ദീനൊന്നും വേണ്ട. മദ്രസയിൽ 5ാം ക്ലാസ് വരെ പോയി പടി കണ്ടിട്ട് ഒന്നും വേണ്ട. ഗ്ലാമർ ഉണ്ടോ കെട്ടാൻ? ഗ്ലാമർ ഉള്ളതിനെ മാത്രം കെട്ടാൻ വേണ്ടി ചില മലക്കുകൾ നടക്കുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആണല്ലോ ഗ്ലാമർ നോക്കിയിട്ട് പെണ്ണ് കിട്ടുക. നബി തങ്ങൾ പറഞ്ഞു വേണ്ട. ഗ്ലാമർ നോക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ദീനില്ലാത്ത ഗ്ലാമറാ ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ ചില പെണ്ണുങ്ങൾ പറയാറുണ്ട്, ഒന്ന് പെണ്ണ് കാണാൻ പോകുന്ന രംഗം എന്നറിയോ? പണ്ടൊക്കെ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് ഉമ്മാടെ സഹോദരൻ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും വിളിച്ചോട്ടാ പയ്യന്മാര് പെണ്ണ് കാണാൻ പോകുക. പണ്ട് പയ്യന്മാരൊന്നും പോകത്തില്ല, കുടുംബത്തിലുള്ള ആരെങ്കിലൊക്കെ പോയി നോക്കിയിട്ടൊക്കെ വരും. പണ്ട് അങ്ങനെ ആയിരുന്നു. കുറച്ചൊന്നും ഇന്ന് അങ്ങനല്ല. ഇന്ന് കുടുംബത്തിൽ നിന്ന് ഒരെണ്ണത്തിനെയും കൊണ്ടുപോകത്തില്ല. പെണ്ണ് കാണാൻ പോകുമ്പോ 2 കൂട്ടുകാരെ വിളിക്കും, 2 മലക്കുകൾ. അളിയ, നാളെ രാവിലെ പോണം. അവനാണെങ്കിൽ പെണ്ണും കെട്ടി 2 മക്കളുണ്ട്. പടച്ചവന് അവ ഒരുങ്ങി കെട്ടി വരുന്ന കാണണം വല്ലവനും പെണ്ണ് കാണാൻ പോകുമ്പോ. ഇതിലെ പുതിയാപ്പളെ ആരാണെന്ന് തിരയേണ്ട സമയം അവ ഇങ്ങനെ കുളിച്ചൊരുങ്ങി വരും. 2 കൂട്ടുകാർ 3 പേരും കൂടെ പെണ്ണിന്റെ വീട്ടിൽ പോയി. പെണ്ണിന്റെ വാപ്പ ആ മക്കളെ എല്ലാത്തിനെയും വിളിച്ചകത്ത് കയറ്റി എല്ലാരും ഇരുത്തി, ഇതാണ് പുതിയാപ്പള, ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു. പുതുമണവാട്ടി പെണ്ണിങ്ങനെ ചായ ആയിട്ട് വരിക. പെണ്ണിങ്ങനെ ചായയുമായിട്ട് പെണ്ണുകാണൽ ചടങ്ങാണൽ ഇങ്ങനെ കൊണ്ടുവന്ന് പയ്യന്റെ മുമ്പിൽ കൊടുക്കും. അവനിങ്ങനെ ചായ വാങ്ങിച്ചിട്ട് ഓളം ഒന്ന് നോക്കിയിട്ട് വലതുഭാഗത്തോട്ടും ഇടതുഭാഗത്തോട്ടും ഒന്ന് നോക്കും. 2 പേരെ കൊണ്ടിരുത്തിയിട്ടുണ്ടല്ലോ. അവനോട് ചോദിക്കും, എങ്ങനെയുണ്ടളിയ, കൊള്ളാവോ? ഇവനാ കെട്ടുന്നത്. ഇവൻ കൂടെ കൊണ്ടവനോ പോയനോട് ചോദിക്കുക, അളിയ എങ്ങനെ ഉണ്ടെന്ന്. അവൻ ഒരു MRI സ്കാനിങ് എടുക്കും, മുകളും മുതൽ താഴ്വരെ. അവനൊന്ന് സ്കാൻ ചെയ്തിട്ട് അവൻ പറയും, ചരക്ക കിട്ടിക്കോളാൻ. അപ്പൊ ഈ പൊട്ടം പറയും, എനിക്ക് സമ്മതമാണ്, ഇഷ്ടപ്പെട്ടെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നത്തെ പെണ്ണ് കാണലൊക്കെ അങ്ങനെ. ഇന്ന് പിന്നെ ഇപ്പൊ വീട്ടിലൊന്നും പോകുന്നില്ലല്ലോ. ഇപ്പൊ മക്കുപറകളിൽ വെച്ചാൽ പെണ്ണ് കാണുന്നത്. പിന്നെ കാലം മാറിയല്ലോ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എടാ, ദീനില്ലാത്ത സൗന്ദര്യമുള്ള പെണ്ണിനെ കെട്ടരുത്. കാരണം സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എത്ര സത്യമെന്നറിയോ? എങ്കിൽ ആദ്യം പഠിക്കണം. പൊട്ടന്മാരുണ്ട്, കറുത്ത പെണ്ണുങ്ങളെ കെട്ടാൻ എല്ലാവർക്കും മടിയാ. ഗ്ലാമർ ഇല്ലാത്ത ഈ കറുത്ത പെൺകുട്ടികളെ, എടോ നിങ്ങൾ ശാസ്ത്രം എടുത്തു നോക്ക്, അല്ലെങ്കിൽ ഡോക്ടർമാരോട് ചോദിക്കൂ. കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദം ഗ്ലാമർ ഇല്ലാത്ത കറുത്ത പെണ്ണിന്റെ കൂടെയുള്ള ജീവിതമാണെന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനി കറുത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പേടിക്കണ്ട. നിന്റെ മുന്നിലിരിക്കുന്ന സുന്ദരിയുടെ മുഖത്തു മാത്രമേ വെളുപ്പുള്ളൂ, ഹൃദയം കറുപ്പാ. പക്ഷേ നിന്റെ മുഖം കറുപ്പാണെങ്കിലും നിന്റെ ഹൃദയം വെളുപ്പാ. മഹദിയായ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ കറുത്തവളായിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹാജറ കറുത്തവളായിരുന്നു. പക്ഷെ ഖിയാമത്ത് നാളുവരെ ഹാജറയെ കുറിച്ച് എല്ലാവരും പറയും, പക്ഷേ സാറ ഗ്ലാമർ ഉള്ളവളായിരുന്നു. ഇബ്രാഹിം നബിയുടെ ആദ്യത്തെ ഭാര്യ. പക്ഷെ സാറയെ കുറിച്ച് അങ്ങനെ ആരും അധികം പറയാറില്ല. അതുകൊണ്ട് സൗന്ദര്യം ഇല്ലാത്തതിന്റെ പേരിൽ പേടിക്കണ്ട. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, സൗന്ദര്യം നോക്കിയിട്ട് കെട്ടാൻ വരുന്നവനെ വേണ്ട. എന്തിനാ ഒരുങ്ങി കെട്ടി പോകുന്നേ? വാപ്പായും ഉമ്മയോടും പറയും, എന്തിനാ? എന്റെ ഫോട്ടോ കണ്ടിട്ട് വാപ്പയോട് പറയണം, കൊണ്ടുപോയി കാണിച്ചു കൊടുക്ക്. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വീട്ടിൽ വന്നാൽ മതി, അല്ലാതെ വെട്ടി വിഴുങ്ങാൻ വരണ്ട. ഇങ്ങോട്ട് വരും, നെളിഞ്ഞ് 3-4 എണ്ണം വരും, തിന്നിട്ട് പറയും വേണ്ട. എന്തിനാടാ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വിവാഹം കഴിക്കാൻ പെണ്ണ് കാണാൻ പോകുമ്പോ ഞാൻ അള്ളാഹിനോട് പറഞ്ഞു, പടച്ചവനെ ആദ്യമായിട്ട് പോകാം, ഇനി ഒരവസരം തരല്ലേ. ഞാൻ ആദ്യമായിട്ട് വിവാഹത്തിന് പെണ്ണ് കാണാൻ പോകുമ്പോ ഞാൻ അള്ളാഹിനോട് പറഞ്ഞു. അപ്പോഴാ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു, ഉസ്താദേ ഞാൻ ഉംറയ്ക്ക് പോകാം, കഅബയുടെ മുന്നിലുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ പെണ്ണ് കാണാൻ പോകാം, ഇനി ഒരിക്കൽ കൂടെ ഒരാളെ കാണാൻ പോകേണ്ട അവസ്ഥ വരുത്തരുത്, ദുആ ചെയ്തേക്കാൻ. ഒന്നേ കണ്ടുള്ളൂ, ഇപ്പൊ വീട്ടിലുണ്ട്. അള്ളാഹു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് സൗന്ദര്യം നോക്കരുത്. 3 കുടുംബ മഹിമ. അംബാനിയുടെ മോള, ദീനൊന്നും വേണ്ട, വയറു പുറത്ത് മാറു പുറത്ത്, തലയിലും തുണിയില്ല. പക്ഷെ എന്നുണ്ട് കുടുംബം, വലിയ കുടുംബം, ചുഴലിയിലെ ഏറ്റവും വലിയ കുടുംബത്തിലെ പെണ്ണ് വേണ്ട.
സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. 4 കാര്യങ്ങൾ പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല. ഹദീസല്ല, ഡോക്ടർമാര് പറയാറുണ്ട്, കൗൺസിൽ നടത്തുന്നവർ പറയാറുണ്ട്. 4 കാര്യങ്ങൾ ഭാര്യയോട് പറയരുത്. അതിലെ ഒന്നാമത്തെ കാര്യം, വൈകുന്നേരം സമയമാകുമ്പോ പറയും, എന്റെ പൊന്നാര ആമിന, നിന്നെ മലക്ക് വല്ലതും പറ്റതാണോടി, എന്തൊരു ഗ്ലാമറാ നിനക്ക്, പടച്ചവനെ നിന്റെ ഗ്ലാമർ, അള്ളാഹുവേ എനിക്ക് നിന്നെ പോലെ ഒരു ഭാര്യ എങ്ങനെ കിട്ടിയെന്ന് അറിയത്തില്ല, പൊട്ടൽ ലോട്ടറി അടിച്ച പോലെ നിനക്ക് എന്നെ കിട്ടി, ഇങ്ങനെ അങ്ങോട്ട് പൊക്കാറുണ്ട് ചുമ്മാ അർശിന്റെ മുകളിൽ. ഓളിത് കേൾക്കുമ്പോ വിചാരിക്കും ഇങ്ങനെ എനിക്ക് ചേർന്നല്ല. പിന്നെ കല്യാണത്തിന് പോകുമ്പോ ഓള് മുമ്പിലും ഓം പുറകിലും, കൂടെ നടക്കാറില്ല. അപ്പൊ 4 കാര്യങ്ങൾ പറയരുത്. 4 കാര്യങ്ങൾ പെണ്ണുങ്ങളോട് പറയരുത്. 4 കാര്യങ്ങൾ പെണ്ണുങ്ങളോട് ചെയ്താൽ അവർ നമ്മളെ വെറുക്കും. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾ വെറുക്കുന്ന 4 കാര്യങ്ങളുണ്ട്. ഏതാണെന്നറിയോ? ഞാനിങ്ങനെ എപ്പോഴെങ്കിലും വഴുതിന് പോകുമ്പോ ചോദിക്കണം, നിങ്ങൾ സത്യം പറയൂ. 4 കാര്യങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു ഒരുക്കി നിർത്തിയിട്ട് പറ്റിക്കണം. എവിടെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഒരുക്കി നിർത്തിയിട്ട് പെണ്ണും പിള്ളേ എടുത്ത് പറയണ ഇന്നിന് പോകുന്നില്ല. അപ്പ അറിയാം നിന്റെ ആമിനാടെ സ്വഭാവം എന്താണ്. ശരിയല്ലേ? പടച്ചവനെ ഏത് കടിക്കാത്ത പാമ്പും കടിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 കഷ്ടപ്പെട്ടു ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കടന്ന് കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണം വിളമ്പി മുന്നിൽ കൊണ്ടുവെക്കുമ്പോ ഉപ്പില്ല, മുളവില്ല, ഇതിന് വെക്കാനും അറിയത്തില്ല, എന്നിട്ട് വാരി തിന്നുന്നുണ്ട്. എങ്ങനെ ഇരിക്കും? എടാ കൊള്ളത്തില്ലെങ്കിൽ തിന്നത്തില്ല, അതല്ല ഉപ്പില്ല, ഇത് കൊള്ളത്തില്ലെന്നും പറയും, വാരി വാരി തിന്നുകയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണോ? എനിക്കറിയില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ബാക്കി 2 ഞാൻ പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, കുടുംബ മഹിമ നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത്. കെട്ടിയാൽ നിനക്ക് ആ കുടുംബത്തിൽ ഒരു വിലയും ഉണ്ടാവൂല. സാധുവടാ മരുമോൻ എങ്ങനെയുണ്ട്? ഒരു കണക്കാ. മക്കള് വന്നിട്ട് ഉമ്മാനോട് ചോദിക്കും, ഉമ്മ ഞാൻ അവിടെ വരെ പോട്ടെ, വാപ്പാനോട് പൊക്കോടാ. അങ്ങാരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു വിലയും നിനക്ക് ആ വീട്ടിലുണ്ടാകില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത്, ദീൻ പരിഗണിക്ക്. മക്കളെ കെട്ടിക്കുമ്പോ പണമുണ്ടോ, സൗന്ദര്യമുണ്ടോ, കുടുംബ മഹിമയുണ്ടോ? വേണ്ട. നിന്റെ മകള് മരിക്കുന്ന കാലം വരെ ജീവിക്കാനുള്ളതാ, സമാധാനത്തോടെ. അപ്പൊ എന്തു നോക്കണം? കെട്ടാൻ വരുന്നവന് ഖുർആൻ ഓതാൻ അറിയാവോന്നെങ്കിലും നോക്കണം. അവന് നിസ്കരിക്കുവോ, വെള്ളിയാഴ്ചയെങ്കിലും പള്ളിയിൽ പോകുന്നവനാണോ എന്ന് നോക്കണം. അതെങ്ങനെ? കല്യാണം കഴിഞ്ഞ് മണിയറയ്ക്കകത്ത് കയറി ചെല്ലുമ്പോ ഭർത്താവിന്റെ കയ്യും കാലും ഇങ്ങനെ ആടുന്നുണ്ട്. എന്തേക്ക? കൂട്ടുകാരെല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോ ഒരു 60 അടിച്ചു, അത്രയേ ഉള്ളൂ, കുഴപ്പമില്ല. വീടി വലിക്കുന്ന ഭർത്താവ്. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ വഴുതിന് പോയപ്പോ എന്നൊരു വീട്ടിൽ കൊണ്ടുപോയി. പടച്ചോനെ, ഞാൻ ബാത്റൂമിൽ കയറിയപ്പോ കത്തിക്കണ ലാമ്പ് ഇരിപ്പുണ്ട്, സിഗരറ്റിന്റെ കുറ്റി ഒളിച്ചു വെച്ചിരിക്കുക, അതിനകത്തിരുന്ന വലിക്കണത്. അല്ലാഹു അലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ആ കുട്ടി പറഞ്ഞ ഒന്നാമത്തെ കുട്ടി പറയാ, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ നല്ല ഒരു ഉമ്മയെ കൊടുക്കണം. കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങളൊക്കെ ആലോചിക്കുക. ഇപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്റെ പൊന്നാര സിറാജ് ഉസ്താദ് കല്യാണവും കഴിച്ചു, മക്കളുമായി ഉസ്താദ്, ഇപ്പൊ ഇത് വന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് നല്ല ചോദ്യം. ഞാൻ കല്യാണവും കഴിച്ചു, എന്റെ മക്കളെ കെട്ടിക്കാറായി, ഇപ്പൊ വന്ന് ഇത് പറഞ്ഞിട്ട് വല്ലത് കാര്യമുണ്ടോ? നിങ്ങളതാ എന്റെ മുഖത്ത് നോക്കണേ. എടോ, അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീയേ പെട്ടു, മക്കളെയെങ്കിലും പെടുത്താതെ നോക്ക്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നന്നാകാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഇനി നിന്റെ ഭർത്താവ് നന്നാകണം, നിന്റെ ഭാര്യ നന്നാകണം. നന്നാകാനുള്ള വഴി ഞാൻ പറയാം. 2 ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് തന്റെ മകനോടുള്ള രണ്ടാമത്തെ കടമ അവന് നല്ല പേരിടണം. ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ അവന് നല്ല പേരിടണം. എന്താടാ മോനെ നിന്റെ പേര്? ആ കുട്ടി പറയാ ജ്വാല. കരിവണ്ടെന്ന് പറയത്തില്ല ഉസ്താദ്, അതിനെന്താ പറയാ? ഇവിടെ എന്താ പറയാ? ഈ വെളിച്ചത്തിലൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു പ്രാണി വന്നിരിക്കത്തില്ല, ഒരു വണ്ട്. എന്താ പറയാ? കറുത്തി റബ്ബറും തോട്ടമുള്ള സ്ഥലത്തെ അത് കൂടുതൽ കാണും. കരിവണ്ടെന്ന് ഞങ്ങളുടെ ചിലയിടത്തെന്താ കോട്ടരുമയെന്ന് പറയും. മനസ്സിലായില്ലേ? ഒരു വാപ്പ മോനിട്ടിരിക്കണ പേര് കരിവണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ചിരിക്കുന്നു, നിന്റെ മോന്റെ പേരെന്താ? നിങ്ങളുടെയൊക്കെ മക്കളുടെ പേരെന്താ? അർത്ഥം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയും? ആരാ നോക്കണത്? യൂട്യൂബിൽ നോക്കും, ഫേസ്ബുക്കിൽ നോക്കും. രാജകുമാരൻ, രാജകുമാരി. സുബ്ഹാനല്ലാഹ്.
നമ്മൾ മക്കളുടെ പേരിടുമ്പോ പേരിന്റെ അർത്ഥം നോക്കണം. അതാണ് ഒരു ഒരിക്കൽ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ എന്റെ മകൾക്ക് ഞാൻ വെറൈറ്റി പേരായിട്ടിരിക്കണേ, ഇതുപോലെ ഒരു പേര് ആർക്കും കേട്ടിട്ടില്ല. അപ്പൊ ഞാനും ചിന്തിച്ചു, എന്ത് പേരാ അല്ലാ, കേൾക്കാൻ ഒരു ആഗ്രഹം, വെറൈറ്റി അല്ലേ. ഫാത്തിമ നിഫാസ്. ഞാൻ പറഞ്ഞു നല്ല പേരാ. ഒരു വാപ്പ തന്റെ മകൾ കിട്ടിയിരിക്കുന്ന പേര് ഫാത്തിമ നിഫാസ്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ മുത്തുനബിയുടെ മോളുടെ പേര്, നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവ രക്തം. ഞാൻ പറഞ്ഞ അടുത്ത ഹൈലൊന്നും കൂടാൻ ഈനാൻ പെച്ചിക്ക് മരപ്പെട്ടി കൂട്ട്. നിങ്ങളൊക്കെ ചിരിക്കുന്നു. നിങ്ങളുടെ മക്കളുടെ പേരിന്റെ അർത്ഥം അറിയുന്ന എത്ര വാപ്പമാര്, എത്ര പേരുണ്ട്. സ്വന്തം മക്കൾക്ക് പേരിട്ടിരിക്കണതല്ലേ, എത്ര പേരുണ്ട്. ചിരിക്കുന്നു എല്ലായിരുന്നുകൊണ്ട്. പെണ്ണുമ്പുള്ള ഗർഭിണിയാകുമ്പോഴേ തീരുമാനിക്കും, നിന്റെ ഒരക്ഷരം എന്റെ ഒരക്ഷരം, നമ്മുടെ രണ്ടുപേരും കൂടെ അക്ഷരം ചേർത്തിട്ട് പേര്. പുതിയ ട്രെൻഡ് ഉണ്ട്. എന്താ ട്രെൻഡ് എന്നറിയോ? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ പേര് കൂടെ ചേർക്കും. പുതിയ ട്രെൻഡാ. ഇപ്പൊ എന്റെ പെണ്ണുപിള്ളയുടെ പേര് സുമയ്യ. എന്നോട് ചോദിച്ചു, സുമയ്യ സിറാജ് എന്ന് ചേർക്കട്ടെ? ഞാൻ പറഞ്ഞു, നിന്റെ പെടലിടിച്ചു തന്നിരിക്കും. നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത് കളിയാ നിങ്ങൾക്ക്. എടോ, ഒരുത്തം വന്ന് മഹർ കഴിച്ച് വിവാഹം കഴിച്ചു, കെട്ടിയ ഉടനെ നിന്റെ പേരിന്റെ കൂടെ അവന്റെ പേര് ചേർക്കാൻ പറ്റുമോ? ഒരാളുടെ പേരിന്റെ കൂടെ മറ്റൊരാളുടെ പേര് ചേർക്കാൻ പറ്റൂല. പഠിച്ചു ഇസ്ലാമിന്റെ നിയമം. നിന്റെ പേരിന്റെ കൂടെ ഒരേ ഒരാളുടെ പേര് മാത്രമേ ചേർക്കാൻ പറ്റൂ. ആരുടെ പേരെന്നറിയോ? നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവിന്റെ പേര്. അല്ലാതെ ആരുടെയും പേര് കൂടെ ചേർക്കാൻ പറ്റില്ല. ഒരാളുടെ വാപ്പയുടെ പേര് മാത്രമേ കൂടെ ചേർക്കാൻ പറ്റൂ. ഉമ്മാടെ പേര് ചേർക്കാൻ പറ്റൂല. നിന്നെ കെട്ടിയിരിക്കുന്നു. ഈ പൊട്ടൻ എന്തെങ്കിലും ഒരു ദിവസം 4 ഇടിയും തന്നിട്ട് നിന്നെ തലാക്ക് പറഞ്ഞിട്ട് പോയാ പിന്നെ നീ എന്ത് ചെയ്യും? ഈ അടുത്ത് ഒരു പെണ്ണിന്റെ ഭർത്താവ് ബന്ധമൊഴിഞ്ഞു, 2ാമത് കല്യാണം കഴിച്ചു. അപ്പൊ നോക്കുമ്പോ, ഉസ്താദേ എന്റെ ഇപ്പത്തെ ഭർത്താവ് എപ്പോഴും വഴക്ക്. എന്തെന്നറിയോ? ആദ്യത്തെ ഭർത്താവിന്റെ പേര് കൂടെ ഉണ്ട്, എഴുതി വെച്ചിരിക്കുക, മാറ്റാൻ വയ്യ. അപ്പൊ എത്ര പേര് ചേർക്കണം? പുതിയ ട്രെൻഡാ. ഭർത്താവിന്റെ പേര് ചേർക്കാൻ പറ്റത്തില്ല. കാരണം അവ എപ്പോ വേണമെങ്കിലും നിന്നെ തേച്ചിട്ട് പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എപ്പോ വേണേലും പോകൂലേ? പറതാത്തമരെ പോകൂലേ? എത്ര കൊല്ലം കൂടെ കടന്നാൽ എന്നെങ്കിലും ഒരു ദിവസം നല്ലൊരുത്തിയെ കാണുമ്പോ സലാം പറഞ്ഞിട്ട് പോയി കളയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മക്കൾക്ക് നല്ല പേരിടേണ്ട ഉത്തരവാദിത്തം ആർക്കുള്ളതാ? ഓൾക്കല്ല, നിനക്കുള്ളതാ. വാപ്പ തീരുമാനിക്കണം മക്കൾക്ക് എന്ത് പേരിടണം. മക്കൾക്ക് പേരിടേണ്ട ഉത്തരവാദിത്തം വാപ്പയ്ക്ക, ഉമ്മയ്ക്കല്ല. അവകാശമില്ല എന്ന് ഞാൻ പറയുന്നില്ല, പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന പേരിടണം. അതെങ്ങനാ ഉസ്താദേ? ഏതാ ഏറ്റവും നല്ല പേരേതാ? ഏറ്റവും നല്ല പേരേതാ? മുഹമ്മദ് എന്നാണോ? അല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരെന്തെന്നറിയോ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ. ആരെങ്കിലും ഉണ്ടോ എന്ന് കൈപൊക്കിക്കേ. അബ്ദുല്ലാ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ഇല്ല. അബ്ദുറഹ്മാൻ. ഒറ്റ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാ? അബ്ദുല്ലാ, അബ്ദുറഹ്മാൻ. ഈ പേര് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര്. പോയി മക്കൾക്ക് ഇടുമ്പോ ഇട്ടോ, ഇതാണ് പേര്. ഉസ്താദേ വെറൈറ്റി വേണം, വെറൈറ്റി വേണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. മക്കൾക്ക് പേരിടുമ്പോ ആദ്യം നോക്കേണ്ടത് എവിടെന്നറിയോ? ഖുർആനിൽ ഉണ്ടോ എന്ന് നോക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. നബിയുടെ പേരിടണം മക്കൾക്ക്. ആരെങ്കിലും മുഹമ്മദ് എന്ന് അവന്റെ മക്കൾക്ക് പേരിട്ടാൽ, എന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ തന്റെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാൽ, ആ മാതാപിതാക്കൾ നാളെ എന്റെ കൂടെ സ്വർഗത്തിലുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. മുഹമ്മദ് എന്ന് പേരിട്ട് ആരാ പേര്? നേരത്തെയൊക്കെ പേരിന്റെ നേരത്തെ മുഹമ്മദ് പേര്, കുട്ടിയുടെ പേരെന്താ? മുഹമ്മദ്. പിന്നെ ആയപ്പോ മുഹമ്മദ് വേറെ പേര് വന്നു. ഇപ്പം മുഹമ്മദ് ബാക്കിലായി. അതവസ്ഥ.
ഇപ്പൊ മുഹമ്മദ് പുറകിലായി. പെൺകുട്ടികൾക്ക് ഫാത്തിമ എന്ന് പേരിടണം, ഫാത്തിമ എന്ന പേര് ചേർത്തിടണം. ആരാ പൈട? ഇപ്പത്തെ പേരുകളൊന്നും പറയാതിരിക്കല വലുത്. അല്ലാഹു അലം, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പേര് ഖുർആൻ പറയുന്നു, ഇന്നാ അർസൽനാക ഷാഹിദ, മുഹമ്മദ് ഷാഹിദ്, മുഹമ്മദ് മുബശ്ശിർ, മുഹമ്മദ് നദീർ. വെറൈറ്റി വേണോ? മുഹമ്മദ് ദാഇ. എഴുതാൻ പറ്റുമോ? മുഹമ്മദ് ദാഇ. എന്നോട് ആര് പേര് വെച്ചാലും ഞാൻ ഈ പേര് പറഞ്ഞു കൊടുക്കും. പ്രബോധകൻ. ഖുർആൻ പറഞ്ഞ പേര് മുഹമ്മദ് ദാഇ. സിറാജ്, മുനീർ, ഇതൊക്കെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞ പേരല്ലേ? ഇല്ലെങ്കിൽ ബദരീങ്ങളില്ലേ സഹോദര? 313 സുബ്ഹാനല്ലാഹ്. ആലോചിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറൈറ്റി പേരുകൾ. എനിക്ക് 3 ആമക്കളാവുള്ള ഒരു പെണ്ണിനെ പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടിയില്ല. 3 ആമക്കളായി പോയി. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. എന്നോട് ഞാൻ 3 മക്കൾക്കും പേരിട്ടു. സിനാൻ, ബദരീങ്ങളിൽപ്പെട്ട സഹാബി. നഈം, ജന്നത്തുൻ നഈം, സ്വർഗം. 3 നുഅ്മാൻ. സിനാനും നഈമും നുഅ്മാനും. എഴുതണമെങ്കിൽ ഇത്തിരി പാടാണെങ്കിലും 3 പേരും സ്വഹാബത്ത്. 3 പേരും സഹാബത്ത്. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ മോൻ ഒരിക്കൽ മജ്ലിസിന് ഒരു പാരായണം ചെയ്യുമ്പോൾ വന്നിട്ട് പറഞ്ഞു, വാപ്പായി എന്റെയും അനിയന്റെയും പേര് ഒരുമിച്ചുണ്ട്. നമ്മുടെ മക്കൾക്ക് നല്ല പേരിടണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ വാപ്പ എനിക്ക് പേരിട്ടു സിറാജുദ്ദീൻ. സിറാജുദ്ദീൻ, ദീനിന്റെ വിളക്ക്. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടത് ദീനിന്റെ വിളക്ക് എന്ന് വിളിക്കുന്നതാണ്. ദീനിന്റെ വിളക്ക് എന്ന എന്റെ ജീവിതത്തിൽ കോടിക്കണക്കിന് പേര് വിളിച്ചിട്ടുണ്ട്. ദീനിന്റെ വിളക്ക്, ദീനിന്റെ വിളക്ക്, ദീനിന്റെ വിളക്ക്. അല്ല ഇഷ്ടപ്പെട്ട ഏതോ ഒരു മനുഷ്യന്റെ വിളി അല്ല കേട്ടു. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അല്ലാതെ ഞാൻ മഹാനായതുകൊണ്ടല്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് പേര്, അതാണ് പേര്. നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേൾക്കുന്നത് നിന്റെ പേരാ. അതുകൊണ്ട് മക്കൾക്ക് നല്ല പേരിടണം. നിങ്ങൾ എല്ലാവരും മക്കൾക്ക് നല്ല പേരിട്ടു. ആയിഷ, ഖദീജ, മൈമൂന, നഫീസ, അബൂബക്കർ, ഹസൻ, ഹുസൈൻ, ഉമർ, എല്ലാരും നല്ല പേരിട്ടിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഒരു വാപ്പ തന്റെ മകന് പേരിട്ടു മുഹമ്മദ് ഹസൻ. ഒരു വാപ്പ തന്റെ മകന് പേരിട്ടു മുഹമ്മദ് ഹസൻ, നന്മയുള്ളവൻ. ഹസൻ എന്ന് പേരിട്ടിരിക്കുന്നു. എന്നാൽ ആ വാപ്പ എടാ നന്മയുള്ളവനെ, എടാ നന്മയുള്ളവനെ എന്ന് ഒരുപാട് പ്രാവശ്യം വിളിക്കുമ്പോ അവൻ നന്മയുള്ളവനാകും. പക്ഷെ നീ എന്ത് വിളിക്കും? മോനെ അക്കുവേ, മോനെ കുക്കുവേ. നിന്റെ മോളുടെ പേരെന്താ? ആയിഷ. നീ എന്ത് വിളിക്കണേ? മോൾക്കിട്ടിരിക്കണ പേര് ഖദീജ. മോനിട്ടിരിക്കണ പേര് മനോഹരമായ പേര്. നീ എന്ത് വിളിക്കും? നീ അബൂബക്കർ എന്ന് വിളിക്കത്തില്ല, അക്കു എന്ന് വിളിക്കും. ബാലരമയിലെ ഒരു ജീവിയുടെ പേരാ. ചുമ്മാതല്ല നിന്നെയൊക്കെ തല്ലുന്നത് അവന്മാര്. നാൽക്കാലികളെ പോലെ മക്കള് വളർന്നു വരുമ്പോ തല്ലണത് തിരിഞ്ഞു നോക്കണില്ലല്ലോ. ഞങ്ങളുടെ നാട്ടിലെ പടച്ചവനെ ഒരുത്തൻ അമ്മയെ 32 വെട്ടുവെട്ടി. അമ്മ ഇങ്ങനെ വെട്ടുകൊണ്ടിട്ട് വിളിക്കുമ്പോ അടുത്ത റൂമിൽ കിടന്ന് അച്ഛൻ ആക്സിഡന്റ് പറ്റി കിടക്കുക. അച്ഛൻ കരഞ്ഞ അച്ഛനെയും പോയി വെട്ടി. എന്നിട്ട് ഇവർ രണ്ടുപേരെയും വലിച്ചടച്ചു കൊണ്ടുവന്ന് മുന്നിലിട്ടിട്ട് കീടനാശിനി എടുത്തിട്ട് ആ മുറിവിൽ ഒഴിച്ചു. എന്നിട്ട് ഇടയിലിരുന്ന് ആപ്പിൾ തിന്നു അവൻ ചാവുന്നത് വരെ. മക്കൾ ചുമ്മാതല്ല. നീ വിളിച്ചത് എടോ പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുന്നത് പോലെയല്ല, ഉമ്മ ദുആ ചെയ്യുക. ഉമ്മയുടെ വാക്ക് മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഒരിക്കൽ സുബഹി നിസ്കാരത്തിന് ശേഷം ഞാൻ ഉസ്താദിന്റെ ഹദ്റത്തിൽ ഇരിക്കുമ്പോൾ ഒരു ഉസ്താദ് വന്നു. അടുത്ത് വന്നിരുന്നിട്ട് ശൈഖുനയോട് പറഞ്ഞു, ഉസ്താദെ എന്റെ മകന് ഭയങ്കര കുരുത്തക്കേടാ, അവൻ ദുആ ചെയ്യാ. എന്റെ മകനെ പറഞ്ഞ അനുസരിക്കത്തില്ല, വലിയ കുരുത്തക്കേടാ, ദുആ ചെയ്യണം. അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ അവന്റെ വാപ്പയാ, നിങ്ങൾ അവൻ കുരുത്തം കെട്ടവനാണെന്ന് പറയുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകളാണ് ആമീൻ പറഞ്ഞ അവൻ അങ്ങനെ ആയിപ്പോകും. അതുകൊണ്ട് പറയരുത്. നീ എന്ത് പറയും? മന്ദബുദ്ധി, കഴുത, പോത്ത്, ശൈത്താൻ. വാപ്പ വിളിക്കാം മോനെ. ഒരു ഉമ്മയും ഒരു വാപ്പയും തന്റെ മക്കളെ വിളിക്കുകയാ. ഒന്ന് ആലോചിച്ചു നോക്ക്. കളിയല്ല ഇതൊന്നും തമാശയല്ല. അതുകൊണ്ട് പെങ്ങളെ, നിന്റെ മകൾക്ക് ഖദീജ എന്ന് പേരിട്ട നീ ഖദീജ എന്ന് തന്നെ വിളി. മോളെ എന്ന് വിളിക്കണ്ട എന്ന് ഞാൻ പറയണില്ല. ഇങ്ങനെ വിളിക്കാം. യാ ബുനയ്യ. മുത്തുനബി വിളിച്ചിട്ടുണ്ട്, നൂഹ് നബി വിളിച്ചിട്ടുണ്ട്. സ്നേഹം കൂടുമ്പോ മോനെ എന്ന് വിളിക്കുന്നു, മോളെ എന്ന് വിളിക്കുന്നു. അതൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ നമ്മളുടെ പേര്, ഞാൻ എന്റെ ഭാര്യ എന്റെ മോനെ നമ്മി എന്ന് വിളിക്കും. നമ്മി ഞാൻ പറയും, ഇനി
കേട്ടുപോകരുത്. എന്റെ മകന് ഞാൻ നഈം എന്ന് പേരിട്ടാൽ നഈം എന്ന് വിളിക്കണം, അതിനാ ഞാൻ പേരിട്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, മക്കൾക്ക് നല്ല പേരിടുക, ഇട്ട നല്ല പേര് നിങ്ങളുടെ നാവ് കൊണ്ട് വിളിക്കുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ പേര്. ഇട്ടിരിക്കുന്ന പേരിന്റെ അർത്ഥം ഇന്ന് നാളെ തന്നെ ഖതീബിനോട് ചോദിക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3 നിർത്താറായോ? 19 ഇപ്പൊ ചവിട്ടിയ 11 മണിക്ക് നിർത്താം. ഇപ്പൊ ചവിട്ടുവാണെങ്കിൽ 11 മണിക്ക് നിർത്താം. എന്ത് വേണം? നിർത്തണോ പറയണോ? ഞാൻ എത്ര മണി വരെ പറയാന്നാ പറഞ്ഞു? 11:30 വരെയാണോ? സമയമുണ്ട്. 3 മൂന്നാമത്തെ കാര്യം, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള മൂന്നാമത്തെ കടമ അവന് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. ഒരു വാപ്പയുടെ ജോലിയാ തന്റെ മക്കളെ നന്നാക്കുക. പള്ളിയിലെ ഖതീബിന്റെ ജോലിയല്ല. ആദ്യം പഠിക്കും. നീ വിചാരിച്ചു പള്ളിയിലെ ഉസ്താദിന്റെ ജോലിയാ നിന്റെ മക്കളെ നന്നാക്കലല്ല. ഒരു വാപ്പയുടെ ബാധ്യതയാണ് തന്റെ മക്കളെ നന്നാക്കുക. അവൻ അദബ് പഠിപ്പിച്ചു കൊടുക്കുക. അവൻ അല്ലാഹ് ആരാ, മുത്തുനബി ആരാ, ദീൻ എന്താ, അല്ലാഹുവേ ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്താ, ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത വാപ്പയ്ക്കുള്ളതാ. ഈ കുട്ടി പറയാ, ഒരക്ഷരം എന്റെ വാപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഒരു ഹർഫ്, എന്റെ വാപ്പ ഒരു ഹർഫ് പോലും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം? പറയട മക്കളെ, എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നിങ്ങളും മിണ്ടാതിരുന്ന വാപ്പമാര് പറയട്ടെ, എന്ത് ചെയ്യണം? പറയടോ, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? തല്ലണം. എന്ത് ചെയ്യണം താത്താമാരെ? തല്ലണം. അല്ലേ? നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പായോ ഉമ്മായോ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കട്ടെ. ഈ പന്തൽ ഒടിഞ്ഞു വീഴത്തൊന്നും ഇല്ലല്ലോ. അല്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്കരിക്കാത്തതിന്റെ പേരിൽ ട്യൂഷന് പോകാമെങ്കിൽ തല്ല്, സ്കൂളിൽ പോയില്ലെങ്കിൽ തല്ല്, ആവശ്യമില്ലാത്ത എല്ലാത്തിനും നീ തല്ലും. നിസ്കരിക്കാതെ കിടക്കുന്ന ഒരു കുഴപ്പമില്ല. ഒരു വാപ്പായ ഇത്ര ആണുങ്ങളുടെ ഇടയിൽ കൈപൊക്കാത്തവരുടെ മക്കളൊക്കെ 5 നേരം നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കൊന്നുമല്ല, ഞാനും മനുഷ്യനാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആലിച്ചു നോക്കി, ഒരു വടിയുടെ വില അറിയോടോ? ബർക്കത്ത് വേണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈപൊക്കിക്കുക. ബർക്കത്ത് വേണം, പൊക്കിക്കോ. ബർക്കത്ത് എന്താന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബർക്കത്തില്ലെങ്കിൽ പോയി എന്തും. ബർക്കത്ത് വേണോ? ഒരു പൂച്ച പോകുന്നുണ്ടല്ലോ, വയല് കേൾക്കാൻ വന്നാന്ന് തോന്നുന്നു. പേടിക്കേണ്ട പൂച്ചയാ. ഇപ്പൊ ഏത് വീട്ടിൽ പോയാലും സിംഹത്തിന്റെ അത്രയുള്ള പൂച്ചയാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മക്കളെ നോക്കിയില്ലെങ്കിലും പൂച്ചയെ കശത്തി വെച്ചുകൊണ്ട് നടക്കും. പൂച്ചയാ. ഇപ്പൊ ഏത് വീട്ടിലും പുതിയ ട്രെൻഡാ പൂച്ച. അപ്പൊ ചോദിച്ചാ പറയും, മുത്തുനബി പൂച്ചയെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഉസ്താദേ? മസലയൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. നബിതങ്ങൾ പൂച്ചയെ സ്നേഹിച്ചിട്ടില്ലേ? പൂച്ചയെ നബിതങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന് പൂച്ചയെ ഇഷ്ടമായിരുന്നു. അള്ളാഹു സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. നബിതങ്ങൾ പൂച്ചയെ ഇഷ്ടപ്പെട്ടിരുന്നു, പൂച്ചയെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ഇന്ന് നിന്റെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയേതാ? നബിതങ്ങൾ പറയുന്നുണ്ട്, പൈസ കൊടുത്ത് പൂച്ചയെ വാങ്ങാൻ പാടില്ല. പൈസ കൊടുത്ത് ഇപ്പൊ ഒരു പൂച്ച നടന്നുപോയി, നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി ചോറും കറിയും കൊടുത്ത് വളർത്തുവോ? ഇല്ല. കാരണം അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. എന്നാ 25,000 30,000 കൊടുത്ത് കഷത്ത് വെച്ചിട്ട് മക്കളെ നോക്കണ പോലെ നടത്തുന്നു. സുബ്ഹാനല്ലാഹ്. മൃഗങ്ങളുള്ള വീട്ടിൽ, അല്ലേ, ജീവികളുള്ള വീട്ടിൽ മലക്കുകൾ കടന്നു വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബെഡ്റൂമിൽ പുതിയ കൂട്, തിന്നാൻ ഭക്ഷണം. വീടിന്റെ മുന്നിൽ പാപ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പൂച്ച എങ്ങാനും വന്നൊരു മീൻ അടിച്ചു മാറ്റി തിന്നാൻ പോയി. എന്തൊരു അക്രമോന്നറിയോ? ഒരു പൂച്ച എങ്ങാനും വന്നൊരു മീൻ കഷ്ണം എടുത്ത് തിന്നാൻ നീയൊക്കെ അതിനെ വെറുതെ വിടുവോ എന്ന് എന്ത് ചിന്തിക്കണം? അള്ളാഹു അതിന് എഴുതിയ അന്നം അത് കഴിച്ചു, അത്ര തന്നെ. അതിന് അള്ളാഹു എഴുതിയത് അത് തിന്നെ, നീ അതിനെ തല്ലിയിട്ട കാര്യമില്ല. ഇങ്ങനെ നടക്കുന്ന പൂച്ചയാ സ്നേഹിച്ചത് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. അല്ലാതെ പൈസ കൊടുത്ത് വീട്ടിൽ പൂച്ചയെ കയറ്റി വളർത്തുന്ന നിന്റെയൊക്കെ വാപ്പമാരെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടായത് നിന്നെയൊക്കെ മടല് വെട്ടി തല്ലിയാനെ.
പണ്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും വാപ്പമാര് ഇതുപോലെ പൂച്ചകൾ ബെഡ്റൂമിന്റെ അകത്ത് കയറ്റിക്കെട്ടുണ്ടോ? വീടിന്റെ അകത്ത് കയറ്റിക്കെട്ടുണ്ടോ? ഇല്ല. കാരണം അവർക്ക് ബോധമുണ്ടായിരുന്നു. നിനക്കോ പൈസയുടെ കൊഴുപ്പ്. മറ്റുള്ളവന്റെ വീട്ടിൽ പട്ടിയെ വളർത്തുന്നു, നീ പൂച്ചയെ വളർത്തുന്നു. ഇത്ര വ്യത്യാസമേ ഉള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നത് വീടിനകത്ത് നിന്ന് ഇറങ്ങുന്നു, അന്നേ നിനക്ക് ബർക്കത്തുണ്ടാകത്തുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നബിതങ്ങൾ പറയുകയാ തന്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി നമസ്കരിക്കാത്ത മക്കളെ തല്ലി നന്നാക്കാൻ, നമസ്കരിക്കാത്തവനെ തല്ലി നമസ്കരിപ്പിക്കാൻ, നിസ്കരിക്കാത്ത മകനെ തല്ലി നമസ്കരിപ്പിക്കാൻ, പറഞ്ഞാൽ അനുസരിക്കാത്തവനെ നല്ല ദീൻ പഠിപ്പിക്കാൻ, തല്ലുന്നതിന് വേണ്ടി ആരെങ്കിലും തന്റെ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചാൽ അല്ലാഹു ആ വീട്ടിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കപ്പറ നബിയുനാ റസൂലുള്ളാഹി. ഒരു വടി വെട്ടിവെച്ചാ മതി നിങ്ങളുടെ വീട്ടിൽ. തന്റെ മക്കളെ നേരെയാക്കാൻ ഏതെങ്കിലും ഒരു വാപ്പ തന്റെ വീട്ടിൽ വടി വെട്ടി വെച്ചിട്ടുണ്ടോ? അള്ളാഹു നിന്റെ വീട്ടിൽ ബർക്കത്ത് ചെയ്യും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വെട്ടിവെച്ചിട്ടുണ്ടോ? വെട്ടിവെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ടി വി ഉണ്ടോ? 2 എണ്ണം ഉണ്ട് ഉസ്താദ്. ഒന്ന് താഴെയും ഒന്ന് ബെഡ്റൂമിലും. ആവശ്യമുള്ളത് നിന്റെ വീട്ടിലില്ല, ആവശ്യമില്ലാത്തത് നിന്റെ വീട്ടിലുണ്ട്. അതാ നിന്റെ വീട് നരകമായി പോയത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.